നന്ദിയും നിറഞ്ഞ ആ ഗീതത്തെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. വേഗം തുടങ്ങാം അല്ലേ? ഈ ആദ്യ വരികൾ ശ്രദ്ധിച്ചോ? ലോകം മുഴുവനുമുള്ള ആളുകളോട് ആനന്ദഗീതം പാടാനാണ് ഇവിടെ പറയുന്നത്. ഈ വരികളിൽ തന്നെയുണ്ട് ഇതിന്റെ ലക്ഷ്യം. ഇതൊരു സാധാരണ പാട്ടല്ല, പൂർണ്ണമായും ഒരു കൃതജ്ഞതാഗീതമാണ്. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യ, പാട്ടുപാടി അവിടുത്തെ സന്നിധിയിൽ വരിക. കണ്ടോ, നമ്മുടെ ഓരോ പ്രവൃത്തിയെയും അതിയായ സന്തോഷമെന്ന വികാരവുമായി എത്ര മനോഹരമായാണിവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. മൂന്നാം വാക്യം വളരെ മനോഹരമാണ്. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ അജഗണം എന്നൊരു വാക്കുണ്ട്. ശ്രദ്ധയോടെ നയിക്കപ്പെടുന്ന ആട്ടിൻകൂട്ടമെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ഈ സന്തോഷം വെറുതെയല്ല, നമ്മെ ലക്ഷ്യബോധത്തോടെ സൃഷ്ടിച്ച് വഴി നടത്തുന്നത് കൊണ്ടാണ് ഈ സന്തോഷമുണ്ടാകുന്നത്. ഇനി 4-ാം വാക്യം നോക്കാം. കവാടങ്ങൾ കടക്കാൻ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. പുറത്തെ കവാടങ്ങളിൽ നിന്ന് ഉള്ളിലെ അങ്കണത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന പോലെയാണ് ഈ വരികൾ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഘടന കണ്ടോ? കൃതജ്ഞത നമ്മെ കവാടം കടത്തുന്നു, പിന്നെ സ്തുതികൾ ആന്തരിക അങ്കണത്തെ നിറയ്ക്കുന്നു. അവസാന വാക്യത്തിലെത്തുമ്പോഴേക്കും കാലത്തിന്റെ വളരെ വിശാലമായൊരു തലത്തിലേക്കാണ് ഈ കവിത നമ്മെ കൊണ്ടുപോകുന്നത്. ഇതിനൊക്കെയുള്ള കാരണമാണ് 5-ാം വാക്യം. നന്മ, കാരുണ്യം, പിന്നെ നിലനിൽക്കുന്ന വിശ്വസ്തത എന്നിവയാണത്. ഈ കാരുണ്യത്തെ വെറുമൊരു വാക്കല്ല വിശേഷിപ്പിക്കുന്നത്, അത് ശാശ്വതമാണ്, ഒരിക്കലും അവസാനിക്കാത്തത്. ഇത് ഇന്നത്തേക്ക് മാത്രമുള്ളതാണെന്നാണോ? അല്ലേയല്ല. വരും തലമുറകളിലേക്കും ഈ കാരുണ്യം തീർച്ചയായും നിലനിൽക്കും. കഴിഞ്ഞ കാലത്തെയും നമ്മുടെ ഇന്നത്തെ ജീവിതത്തെയും വരും തലമുറകളെയും ഈ വരികൾ മനോഹരമായി ബന്ധിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ പ്രവൃത്തികളും ദൈവീക ഗുണങ്ങളും തമ്മിൽ വളരെ കൃത്യമായ ഒരു സന്തുലിതാവസ്ഥ ഇവിടെ നമുക്ക് കാണാം. അവസാനിപ്പിക്കും മുൻപ് ഒന്ന് ചിന്തിക്കുക. ഈ അനന്തമായ കാരുണ്യവും കൃതജ്ഞതയും നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തെ എങ്ങനെ മാറ്റും?